ഹായ് നമസ്കാരം. ഓട്ടോഫെയർ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയുടെ സ്പെഷ്യൽ ഐറ്റമായ ഒരു മത്തങ്ങായും വൻപയറും വെച്ചുള്ളൊരു എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകൊന്നും ഇടാതെ നമുക്ക് നല്ല അടിപൊളി കാന്താരിയുണ്ട്, കാന്താരിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു എരിശ്ശേരി വെക്കാം. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ വെച്ച് നമ്മുടെ മത്തങ്ങയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തങ്ങ ഒന്ന് വേകാനായിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം കാശ്മീരി ചില്ലിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പം മത്തങ്ങയിലൊക്കെ ആ കളർ അങ്ങ് പിടിച്ചോളും. നമുക്കറിയാമല്ലോ, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമുക്ക് കുറവാണെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ആദ്യം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പറിച്ച കാന്താരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാജീരകം, ശകലം സാജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, നമ്മൾ ശകലം തേങ്ങ മാറ്റി വെക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്കൊന്ന് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എരിശ്ശേരിക്കൊക്കെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിൻ്റെ അത് 2 കറിവേപ്പില തണ്ട് കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ചേക്കാം. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല പേസ്റ്റ് പരുവൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് അരപ്പോട് മാറ്റി വെക്കാം. അപ്പോൾ മത്തങ്ങ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ നടത്തി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയ്ക്ക് വെന്തോ നോക്കാം. മത്തങ്ങയ്ക്ക് അത്യാവശ്യം വെന്തോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ടുള്ള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് പയറോടൊന്ന് ചേർക്കാം. ഒന്ന് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ശകലം കുറവാണ്, നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയല്ല, നമ്മളൊരു ടൈറ്റായിട്ടുള്ളൊരു എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ അകത്ത് വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് വറ്റിക്കോട്ടെ. എന്നിട്ട് നമുക്ക് താളിക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ചുമന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നിട്ട് കൊടുക്കാം. ഒരു 3 വത്തലമുളക് കൂടെ ഇട്ട് കൊടുക്കാം. എന്നാലും എൻ്റെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ശകലം തേങ്ങാപ്പീര മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി. നമുക്ക് ആ തേങ്ങാപ്പീരോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങായും സവളയൊക്കെ നല്ലപോലെ മൂത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റാം. ഇനി അതിൻ്റെ തിട്ടാൽ നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി നമ്മുടെ എരിശ്ശേരിക്ക് ഇതങ്ങ് താളിക്കാം. തേങ്ങ വറുത്തതിൻ്റെ മണം തന്നെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യൽ അടിപൊളി മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിലൊക്കെ നമ്മൾ താളിച്ചതെല്ലാം കൂടെ
ഇളക്കാൻ നല്ല അടിപൊളി മണമായിരുന്നു. സൂപ്പർ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ വൻപയർ എന്നുള്ള സാധനം പ്രത്യേക ഇഷ്ടമുള്ള സാധനം. വൻപയറോട് എന്തുണ്ടാക്കിയാലും പ്രത്യേക ഇഷ്ടമാണ് ഇതും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ജീരകമൊക്കെ അരച്ചുകൊണ്ട് ആ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് നമ്മുടെ എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഉണ്ടാക്കിയ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.